അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററുടെ അനിയൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഭീകരമായ അഴിമതിയാണ് അവിടെ നടത്തിയത്. ഞാൻ മേൽശാന്തിയെ കയ്യോടെ പിടിച്ചു, ഞാനും SI പ്രശാന്തും കൂടെ കയ്യോടെ പിടിച്ചു, പൈസ വാങ്ങിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷെ തന്ത്രിയെ പിടിക്കാൻ പറ്റിയില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം ഒരുപാട് പുറത്തു വന്നു കഴിഞ്ഞു. തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിട്ടുമുണ്ട്. പക്ഷേ തന്ത്രി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മുന്നണിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അത് ചെയ്തത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടിയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരം, അതിൽ അങ്ങയുടെ അറിവെന്താണ്? വന്ദേ മാതരം. സ്മൃതി, ഞാൻ 2015-16 കാലഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്ത് കൊടുത്തിട്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അവിടുത്തെ അഴിമതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരേ സമയം പിന്നെ ഒരു ദേവസ്വം മിനിസ്റ്ററുടെ അനിയന്, അയാൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, അയാളെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരുപാട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ശബരിമലയ്ക്ക് പുറത്ത് ഒരു IPS ഉന്നതൻ, പിന്നെ ഒരാൾ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഇവന്മാരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഇവന്മാർ ഈ IPS ഉന്നതൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് ചെയ്തു. എനിക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷനൊക്കെ പറഞ്ഞ് അവസാനം ദേവസ്വം ബോർഡ് ഹൈക്കോടതി തോട്ടത്തിൽ വീരാകൃഷ്ണ സാർ നേരിട്ട് അന്വേഷിച്ചു. സിംഗിൾ ഹാൻഡഡായിട്ട് വന്ന് എന്നെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചിട്ട് അവസാനം ഓർഡർ ഇറക്കി. അപ്പോൾ അത് തോറ്റു കഴിഞ്ഞു. എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കുറുമുന്നണി, ഈ IPS ഉന്നതൻ, പിന്നെ ഞാൻ IPS ഉന്നതനെതിരായിട്ട് 20 വർഷം പോലീസിൽ ഫൈറ്റ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ IPS ഉന്നതൻ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, ഇവർ ചേർന്ന് പ്ലസ് ദേവസ്വം മിനിസ്റ്ററുടെ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററുടെ അനിയൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഭീകരമായ അഴിമതിയാണ് അവിടെ നടത്തിയത്. അതിനകത്ത് നമ്മുടെ തന്ത്രിയും തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റഡാറിൽ തന്ത്രിയും തന്ത്രിയുടെ ശിഷ്യനും മേൽശാന്തിയും ഉണ്ടായിരുന്നു. ഞാൻ മേൽശാന്തിയെ കയ്യോടെ പിടിച്ചു, ഞാനും SI പ്രശാന്തും കൂടെ കയ്യോടെ പിടിച്ചു, പൈസ വാങ്ങിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷെ തന്ത്രിയെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ തന്ത്രിയെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം തന്ത്രിയുടെ കാലിൽ ഞാൻ നോക്കിയപ്പം അവിടെ ഇരുട്ടാണ്, ഒരാൾ കിടക്കുന്നു. അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ട് എണീക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കി, ഇതാരാ ഈ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ തന്ത്രിയുടെ കാല് കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പം അന്നത്തെ ദേവസ്വം സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സീനിയർ IAS ഓഫീസറാണ്, തന്ത്രിയുടെ കാല് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കെതിരായിട്ട് ഞാനന്ന് SP അല്ലേ, IPS ഓഫീസർക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൊടുത്തു, മറ്റേ ഇവർക്ക് കൊടുത്തു, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു. അവസാനം ഞാൻ ഈ പ്രയാർ ഗോപാലകൃഷ്ണന് ഞാൻ എഴുതി കൊടുത്തു, സാറിന് ഇവിടെയുള്ള സകല കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും അടുത്താണ് സാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ വിജിലൻസ് ചീഫാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് 7-8 പ്രാവശ്യം പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു ഫോർ 5 minutes. സാർ എനിക്ക് തന്നില്ല. സാറിന് യുവമാരുടെ അടുത്ത് സംസാരിക്കാൻ സമയമുണ്ട്, ഞാൻ പോകുന്നു, ഇനി ഞാൻ ഇവിടെ തുടരില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ശ്രീ V. ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം മാറ്റുന്നു. പക്ഷേ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് 64 വർഷം പ്രായമുള്ള തേക്കുമരം ഉപയോഗിച്ചുള്ള കൊടിമരമെന്നും അതിൽ 9.161 കിലോഗ്രാം തങ്കം പൂശിയിരിക്കുന്നെന്നും 500 വർഷം വരെ കോട്ടമില്ലാതെ നിലനിൽക്കുമെന്നൊക്കെയാണ് അതിൻ്റെ ശില്പികൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ കൊടിമരം ക്ഷയിച്ച് അതിന് താഴെ സിമെൻ്റൊക്കെ ഇളകി കമ്പികളൊക്കെ പുറത്തു വന്ന രൂപത്തിൽ എന്ന് തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അങ്ങയുടെ ഒരു കാഴ്ച എന്തായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ? സ്മൃതി, ഞാൻ കുറേ കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും സംസാരിക്കാനൊരു അവസരമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. ഒരുപാട് അഴിമതി കഥകൾ എനിക്കറിയാം. ഇന്നും എനിക്ക് കുറച്ചേ പറയാൻ പറ്റുള്ളൂ എൻ്റെ പീരീഡിൽ. ഈ കൊടിമരത്തിൻ്റെ വിഷയമൊക്കെ വന്നത് പിന്നെ ഞാൻ പോയ ശേഷമാണ്, ഇമ്മീഡിയറ്റ് പോയ ശേഷം. ഇത് 17-ലോ മറ്റോ ആണ്, ആലോചന 16-ലോ മറ്റോ തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രാജു P. നായരും നമ്മുടെ മണിമലയും പറഞ്ഞതിനോടും പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. അതായത്
ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ, രാജുവാണോ മധുമണിമലയാണോന്ന് അറിഞ്ഞൂടാ. ആരോ ഒരാൾ പറഞ്ഞു ഇവർ വന്നു തന്ത്രി പറ്റിച്ചു, ദേവസ്വം ബോർഡ് ജീവനക്കാർ പറ്റിച്ചു. നോ, ഒരിക്കലുമല്ല. ഞങ്ങൾ പോലീസുകാരാണ്, ഞങ്ങളുടെ ഒരു നോട്ടം വിജിലൻസുകാർ അത് വേറൊരു രീതിയിലാണ്. ഈ വരുന്ന ദേവസ്വം ബോർഡിലെ പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാം എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, ഗോവിന്ദൻ നായർ സാറും ഉണ്ടായിരുന്നു എൻ്റെ ഒരു പീരീഡിൽ, വന്ധ്യം അയോധ്യൻ വളരെ സത്യം തന്നെ, അതുപോലുള്ള ആളുകളോടെ വന്നിട്ടുണ്ട്. പക്ഷെ വരുന്ന ഭൂരിപക്ഷം കള്ളന്മാരാണ്. ഈ ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കാനുള്ള പ്ലാനിലാണ് അവരവിടെ വരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ പാവങ്ങൾ പ്രയാറിനെ പറ്റിച്ചിട്ട് പോയി ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല. ഞാൻ നേരിട്ട് ഐ നോ ഹിം, ഞാനിരിക്കുന്ന സമയത്തുള്ള പ്രസിഡന്റിനെ മെമ്പറിനെ ഐ നോ ദം ജസ്റ്റ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ പാം. പിന്നെ ഈ ചുമ്മാ ഇരുന്ന പൈസ കിട്ടും. അപ്പോൾ ഇവരിരുന്ന് ഇങ്ങനെ ആലോചിക്കും എന്താ ചെയ്യണമെന്ന്. കൊടിമരം മാറ്റണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം. അങ്ങനെ ഈ ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ. അതിന് ആദ്യം തന്ത്രിയെ പിടിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പോലീസുകാരനാണെങ്കിലും ഞാനൊരു ക്ഷേത്രത്തിൻ്റെ 200 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രോഡ് തന്ത്രി, ഞാൻ പേരൊന്നും പറയുന്നില്ല, അയാൾ പറഞ്ഞ് പേടിപ്പിക്കും എല്ലാവരെയും. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ തന്ത്രിയെ മാറ്റാനായിട്ട് ഞാൻ പലരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ തന്ത്രിയെ എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. അങ്ങനെ ഒരുപാട് പെറ്റീഷനായിട്ടൊക്കെ നടന്നു. എന്നിട്ട് നല്ലൊരു മനുഷ്യനെ, നല്ലൊരു തന്ത്രിയെ കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആ തന്ത്രിയാണ്, ഞാൻ കൊണ്ടുവന്ന തന്ത്രിയാണ് നടക്കുന്നത്. ഇവർ നമ്മുടെ എന്താ പ്രശ്നം, ഈ ദേവപ്രശ്നം നല്ല രീതിയിൽ ചെയ്യുന്ന തന്ത്രിമാരുണ്ട്. പക്ഷെ ശബരിമലയിൽ ശുദ്ധ ഉടായ്പാണ്, തട്ടിപ്പാണ്. ഞാൻ ആ മഹേഷ് പണിക്കരെ പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പാണ്. ശുദ്ധ തട്ടിപ്പാണ്. എലി കയറുന്നു, അവിടെ ഒരു പന്നി വന്ന് നിൽക്കുന്നു, ആ പന്നിയെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചുമ്മാ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ തന്ത്രി, പിന്നെ നമ്മുടെ പ്രസിഡന്റ്, മെമ്പർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ, പിന്നെ പ്രശ്നം വയ്ക്കുന്നവർ, ഇവരെല്ലാം ഒരു ഗ്യാങ്ങാണ്, ക്രിമിനൽ എൻ്റർപ്രൈസിംഗ് ആണ്. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതുപോലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്നത്. ഈ പ്രസിഡൻറ്റിൻ്റെ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ പീരീഡിലുള്ള പ്രസിഡൻറ്റിൻ്റെ ഭരണകാലത്ത് എന്തെല്ലാം പരിപാടികളാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ മകന് എവിടെ MD പഠിച്ചത് അല്ലെങ്കിൽ MS പഠിച്ചത്, ആരാ അതിൻ്റെ ക്യാപിറ്റേഷൻ ഫീ കൊടുത്തത്? ശബരിമലയിലെ കോൺട്രാക്ടർ. ഇങ്ങനെ ഞാൻ എന്തെല്ലാം എഴുതി കൊടുത്തു, ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ഇടതുപക്ഷമാണ് വന്ന് കയറിയത്. അപ്പോൾ എനിക്ക് മിനിസ്റ്ററെ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പോവുകയാണ്, ഞാൻ ഇനി ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു ഇടതുപക്ഷം വരുമ്പോഴും എന്തെങ്കിലും നടക്കുന്നു. ഒന്നുമേ നടന്നില്ല. ഇപ്പം എല്ലാവരും വാസു, ഞാൻ രാഷ്ട്രീയമായിട്ട് പറയണതല്ല, വാസു, മറ്റേ പത്മകുമാർ എന്ന ഇവരുടെയൊക്കെ അപ്പനായിരുന്നു, വല്യച്ഛന്മാരായിരുന്നു നേരത്തെ ഇരുന്നത്. ഈ പ്രസിഡന്റ്, എൻ്റെ സമയത്ത് പ്രസിഡന്റിൻ്റെ മുറിയിൽ ആളില്ല, അവിടെ ഒരു മെമ്പറുടെ മുറിയിലാണ് ഇടിയും തള്ളും എന്ന് പറഞ്ഞാൽ ഇവർ ടീമാണ്. യോജിച്ചാണ് ഇവർ ചെയ്യുന്നത്. ശർക്കര പർച്ചേസ്, മറ്റേ നെയ്യ് പർച്ചേസ്, എവറിത്തിങ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഈ പാനലിസ്റ്റ് എല്ലാവരും, മാത്രമല്ല എല്ലാ മീഡിയയിലും എടുത്തു പറയുന്നുണ്ട്, ഹൈക്കോടതി ഓംബുഡ്സ്മാൻ പോസ്റ്റ് ചെയ്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റേ കുറുപ്പിനെ പോസ്റ്റ് ചെയ്തു. എന്ത് കുറുപ്പ്, എന്ത് ഓംബുഡ്സ്മാൻ? എത്രയോ വർഷങ്ങളായി, ഞാൻ 2016 തൊട്ട് കാണുകയാണ്, 2026 10 വർഷമായി. എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഓംബുഡ്സ്മാൻ എന്തെങ്കിലും ഒരു നടപടി? ഇപ്പം ഈ വെളി വന്ന സംഗതികൾ ഇവരാരും അറിഞ്ഞില്ലേ? ഈ കുറിപ്പെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് കൊടുത്തയക്കാനെന്ന്, അതെങ്ങനെ കൊടുക്കും? പിന്നെ വാജീവാഹനം ഈ പോലീസുകാർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് എവിഡൻസ് വേണ്ട, ഞങ്ങൾക്ക് എവിഡൻസ് കോടതി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പക്ഷെ ഒരുത്തൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറിന് അറിയാൻ പറ്റും. അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാജീവാഹനം ഡെഫിനറ്റായിട്ടും അത് വിറ്റ് കാശാക്കി, എന്നിട്ട് വേറെ ഒരെണ്ണം നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ മഹേഷ് പണിക്കർ പറഞ്ഞത് കറക്റ്റാണ്, വേറെ ഒരു സാമാനം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൈവച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ടെസ്റ്റിന് കൊടുത്താൽ, ദയവേത് SIT വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, ഇവിടെ എങ്ങും കൊടുത്തു കളയരുതേ, നിങ്ങൾ സെൻട്രൽ ഫോറൻസിക് ലാബറട്ടറിയിൽ അയക്കൂ. പിന്നെ അതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് ഒറിജിനൽ വാജീവാഹനം എത്ര വർഷം പഴക്കമുള്ള ആ വാജീവാഹനമാണോ ഈ വാജീവാഹനം, ഇത് എങ്ങനെ അവർ കണ്ടുപിടിക്കും, ഇതിന്റെ പഴക്കം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്ക് അത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിളപ്പാളിയുടെയും ഒക്കെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇപ്പോൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. അത് VSSCയിൽ നടത്തിയ പരിശോധനയാണ്. അതിന്റെ വിവരം എന്താണെന്ന് അറിയില്ല, ഏതെല്ലാം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനകത്ത് എനിക്ക് ഭയങ്കരമായ സംശയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സ്വർണ്ണമാണ് ഇളക്കി കൊടുത്തത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു സാമ്പിള് ഇളക്കണമെങ്കിൽ നേരത്തെ ഇരുന്ന പഴയ ആ സ്വർണ്ണപ്പാളി
അതിൽ നിന്ന് ഇളക്കി എടുക്കണ്ടേ, അതിന്റെ ചുരണ്ടി എടുക്കണ്ടേ? അതെ. ഇവർ ഏതാണ് ഇളക്കിയെടുത്തത്? ഈ ബഹുമാനപ്പെട്ട പഴയ ചെമ്പുപാളികൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാമല്ലോ. പഴയ ചെമ്പുപാളികൾ തന്നെയാണോ, കളിപ്പിക്കുകയാണ്. പഴയ ചെമ്പുപാളികൾ തന്നെയാണോ എന്ന് അറിയാൻ പറ്റും. പഴയ അതിന് പഴയ ചെമ്പുപാളിയാണോ എന്നുള്ളത് അത് ചുരണ്ടി, അതിന്റെ സാമ്പിൾ ചുരണ്ടി കൊടുത്താലല്ലേ അറിയാൻ പറ്റൂ. ഇപ്പൊ കൊണ്ട് നമ്മൾ ഈ ഹൈക്കോടതിയിൽ അന്വേഷണമൊക്കെ തുടങ്ങിയപ്പോൾ കൊണ്ട് സ്പീഡിൽ കൊണ്ട് ഫിറ്റ് ചെയ്തല്ലോ എന്തൊക്കെ, അത് തന്നെയാണ് രണ്ടും ചുരണ്ടിയും. എങ്ങനെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതല്ല, ഇവര് ഭയങ്കരമായിട്ട് കളിപ്പിക്കുക, ഹൈക്കോടതിയെ കളിപ്പിക്കുകയാണ്. അതെപ്പോഴും എന്നും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ ഒന്ന് രണ്ട് അനിൽ നരേന്ദ്രൻ, പിന്നെ ഒരു രാമചന്ദ്ര മേനോൻ, ഇങ്ങനെയുള്ള 2-3 ജഡ്ജിമാർ അവിടെ വന്നിരുന്നു. അവർ സ്തുത്യർഹമായ നിലയിൽ അവർ സിദ്ധന്മാരായിരുന്നു. അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ സംഗതികളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്താണ്, ഹൈക്കോടതിയെ കളിപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓംബുഡ്സ്മാൻ എന്നും മറ്റേ കുറിപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പുകമറയാണ്. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വർഷം ഈ ഹൈക്കോടതിയിൽ റിട്ടയർ ചെയ്ത ഈ വടിയിടിച്ച് നടക്കുന്ന ജഡ്ജിമാർ വന്നിട്ട് എന്തോ ചെയ്തു? നമ്മൾ ഒരു അഴിമതി കണ്ടുപിടിച്ചോ?